ജനനേന്ദ്രിയം മുറിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ലൈംഗിക അതിക്രമം ചെറുക്കാനാണ് പെൺകുട്ടി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പെൺകുട്ടിക്കും ആൺസുഹൃത്തിനുമെതിരെ മറ്റൊരു കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. 2017 മെയ് 19 തിരുവനന്തപുരം പേട്ടയിലായിരുന്നു സംഭവം നടന്നത്. ഗംഗേശാനന്ദ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ സ്വയം രക്ഷയ്ക്കായി അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം മുറിച്ചു എന്നായിരുന്നു പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. ഇതേ തുടർന്നാണ് പോലീസ് ഗംഗേശാനന്ദക്കെതിരെ കേസെടുത്തത്. എന്നാൽ ഗംഗേശാനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആക്രമിച്ചത് മറ്റാരോ ആണെന്നും പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നു. ഇതോടെയാണ് ഗൂഢാലോചന അന്വേഷിക്കാൻ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഗംഗേശാനന്ദയെ ആക്രമിക്കാൻ പെൺകുട്ടിയും സുഹൃത്ത് അയ്യപ്പദാസും ഗൂഢാലോചന നടത്തിയതായി വ്യക്തമായി. ഇതോടെ ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ശുപാർശ റേഞ്ച് IG മനോജ് എബ്രഹാം DGPക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് പെൺകുട്ടി കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് പുതിയൊരു നീക്കം. സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ പെൺകുട്ടി അടിക്കടി നിലപാട് മാറ്റുന്നതിനാൽ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് പോക്സോ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വാമിക്കെതിരെ മൊഴി നൽകിയത് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണെന്നും അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കേസ് CBIക്ക് കൈമാറണമെന്നോ ആവശ്യപ്പെട്ട് പെൺകുട്ടിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലപാട് മാറ്റങ്ങളും പുതിയ വെളിപ്പെടുത്തലുമൊക്കെയായി കുഴഞ്ഞുമറിഞ്ഞ കേസ് നാളെ കോടതി പരിഗണിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റിമാൻഡ് കസ്റ്റഡിയിൽ കഴിയുന്ന സ്വാമിയുടെ ജാമ്യാപേക്ഷയും നാളെയാണ് പരിഗണിക്കുക. പെൺകുട്ടിയെ പണമൊഴുക്കി വശത്താക്കി കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്വാമിക്കെതിരെ കേസെടുത്തത്. പോലീസ് നിർബന്ധിച്ച് സ്വാമിക്കെതിരെ മൊഴി പറയിപ്പിച്ചതാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയപ്പോൾ അക്കാര്യം വെളിപ്പെടുത്താൻ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി കൂടിയായ പെൺകുട്ടിക്ക് അവസരമുണ്ടായിരുന്നു. തനിക്ക് ആവശ്യമില്ലാത്ത അവയവം താൻ ഛേദിച്ചെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വാമി പോലീസിനോട് പറഞ്ഞത്. ഫലത്തിൽ വാദിയും പ്രതിയും സാക്ഷികളുമൊക്കെ വാക്കുമാറ്റൽ തുടർക്കഥയാക്കിയതോടെ കുഴങ്ങുന്നത് പോലീസാണ്. കേസ് ക്രൈംബ്രാഞ്ചിനോ CBIക്കോ കൈമാറിയാൽ അന്വേഷണത്തിൽ നിന്നും തലയൂരാമെന്ന് പ്രതീക്ഷയിലാണ് പോലീസും.